നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശങ്ങൾ ഔദാര്യമാണെന്ന മട്ടിലാണ് ഇടതു സർക്കാരിന്റെ നിലപാടെന്ന് NGO സംഘ് സംസ്ഥാന പ്രസിഡന്റ് ടി ദേവാനന്ദൻ. ആനുകൂല്യ നിഷേധം ആരോപിച്ച് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ NGO സംഘ് ധർണ. ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് സർക്കാർ സാമ്പത്തിക ദാരിദ്ര്യം പാടി നടക്കുന്നതെന്ന് KSSPA സംസ്ഥാന സെക്രട്ടറി സി ബാലൻ. പെൻഷൻ പരിഷ്കരണം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടറേറ്റ് പടിക്കൽ പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രതിഷേധം. ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തതിനെതിരെ NGOയെ ധർണ. ചെറുതുരുത്തി പുതുശ്ശേരി പുതുപ്പാടത്ത് ചുമരിടിഞ്ഞു വീണ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. മരിച്ചത് പുതുപ്പാടം ഓങ്ങനാട്ടുതൊടി ആമിന. തൃശൂരിൽ അധ്യാപകൻ തൂങ്ങി മരിച്ച നിലയിൽ. മണ്ണൂർ പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച 3 റോഡുകൾ നാടിന് സമർപ്പിച്ചു. റോഡുകൾ ഗ്രാമീണ വികസനത്തിന്റെ പ്രധാന ഘടകമെന്ന് കെ ശാന്തകുമാരി MLA. വാർത്തകൾ വിശദമായി. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശങ്ങൾ ഔദാര്യമാണെന്ന മട്ടിലാണ് സർക്കാരിന്റെ നിലപാടെന്ന് NGO സംഘ് സംസ്ഥാന പ്രസിഡന്റ് ടി ദേവാനന്ദൻ. ആനുകൂല്യ നിഷേധത്തിനെതിരെ NGO സംഘ് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ടി ദേവാനന്ദൻ. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മാത്രം അവകാശങ്ങളെക്കുറിച്ച് ബോധം കാണിക്കുന്ന ഇടതു സംഘടനകൾ ജീവനക്കാരെ വഞ്ചിക്കുകയാണെന്നും ടി ദേവാനന്ദൻ ആരോപിച്ചു. ഒഴിവുകൾ നികത്താതെ അധിക ജോലി ചെയ്യിപ്പിക്കാനുള്ള തന്ത്രം മെനയുന്ന സർക്കാർ ലീവ് സറണ്ടർ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ധൂർത്തിൻ്റെ പാപഭാരം ചുമക്കേണ്ടത് കേന്ദ്ര സർക്കാരല്ല. സ്വന്തം സർക്കാരിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്തവരായി ഇടതു സംഘടനകൾ മാറിയെന്നും ദേവാനന്ദൻ പറഞ്ഞു. സമരവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കഴിഞ്ഞ കാലങ്ങളായിട്ട് 5 വർഷക്കാലം കൂടുമ്പോൾ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം പരിഷ്കരിക്കുക എന്നുള്ള ഒരു കാര്യം കാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു വസ്തുതയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 1958 ശങ്കരനാരായണ അയ്യർ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു ശമ്പള കമ്മീഷനെ നിശ്ചയിക്കുകയുണ്ടായി. ആ ശമ്പള കമ്മീഷൻ അത് ശമ്പളം പരിഷ്കരിക്കുന്നതിന് വേണ്ടിയായിരുന്നില്ല, മറിച്ച് മദ്രാസ് സംസ്ഥാനത്തെയും അതേപോലെ തന്നെ തിരുവഞ്ചി സംസ്ഥാനത്തെയും മലബാറിലെയൊക്കെ തന്നെ ജില്ലകളിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തെക്കുറിച്ച് അതിന്റെ തുല്യമാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത്തരത്തില് ഒരു കമ്മീഷനെ വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷമാണ് 1965 NGO സംഘ് ജില്ലാ പ്രസിഡന്റ് CS റോസ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം, K രാജേഷ്, മുരളി കോനാത്ത്, അശ്വതി, ശ്രീനിമാസ്റ്റർ, PK ബിജു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് സർക്കാർ സാമ്പത്തിക ദാരിദ്ര്യം പാടി നടക്കുന്നതെന്ന് KSSPA സംസ്ഥാന സെക്രട്ടറി സി ബാലൻ. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കാത്തതിലും കുടിശ്ശികകൾ അനുവദിക്കാത്തതിലും പ്രതിഷേധിച്ച് പെൻഷനേഴ്സ് അസോസിയേഷൻ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു സി ബാലൻ. കേരളം ഇന്ന് അനുഭവിക്കുന്ന ദുരവസ്ഥയ്ക്ക് കാരണം സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണെന്ന് സി ബാലൻ കുറ്റപ്പെടുത്തി. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശങ്ങൾ അനുവദിക്കാതിരിക്കുന്നതിനുള്ള തിരിച്ചടിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം. പെൻഷൻ പരിഷ്കരണം 1 വർഷത്തോളം വൈകിയിട്ടും മൗനം പാലിക്കുന്ന ഇടതു സംഘടനകൾ സർവീസ് മേഖലയ്ക്ക് ശാപമാണെന്നും സി ബാലൻ പറഞ്ഞു. ആ ജൂലൈ മാസം 1-ാം തീയതി അത് അനുവദിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ സംഘടനകളും, NGO ഒഴികെ ബാക്കി എല്ലാ സംഘടനകളും സിവിൽ സ്റ്റേഷന്റെ മുമ്പിൽ ഇതേപോലെയുള്ള ഒരു സമരം നടത്തുകയുണ്ടായി. 1 വർഷം കഴിഞ്ഞു. ഈ 1 വർഷം കഴിഞ്ഞിട്ട് പോലും കേരളത്തിലെ ജീവനക്കാർക്കും പെൻഷൻ തെറ്റിപ്പിരിഞ്ഞ ആളുകൾക്കും അവരുടെ പെൻഷനും ശമ്പളവും പരിഷ്കരിക്കുന്നതിനുള്ള കമ്മീഷനെ പോലും വെക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഈ ഒരു കമ്മീഷനെ വെച്ച് അത് പരിഷ്കരിക്കാനുള്ള നടപടി, പ്രാഥമികമായിട്ടുള്ള നടപടി പോലും നടത്താൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല. സുഹൃത്തുക്കളെ, അതിനെതിരെയാണ് KSSPA മാത്രമല്ല KSSPA ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആന്റണി, പ്രഫുൽകുമാർ, ഫിലോമിന, സുവർണകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാഷ്ട്രീയ കുതന്ത്രങ്ങൾ നടത്തിയിട്ടും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ടിൽ UDF മുന്നിട്ട് നിന്നത് ജീവനക്കാർക്ക് സർക്കാരിനോടുള്ള അമർഷത്തിന്റെ പ്രതിഫലനമാണെന്ന് NGOയെ മുൻ ജനറൽ സെക്രട്ടറി S. രവീന്ദ്രൻ.
ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് NGOയെ പാലക്കാട് കലക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണയിൽ പ്രസംഗിക്കുകയായിരുന്നു S. രവീന്ദ്രൻ. തെരഞ്ഞെടുപ്പുകളിൽ തോൽവി മാത്രമാവുമ്പോഴും ഭരണവിരുദ്ധ വികാരമില്ലെന്ന് പറയാൻ CPM-ന് മാത്രമേ കഴിയൂവെന്നും രവീന്ദ്രൻ ചൂണ്ടിക്കാട്ടി. സ്വന്തം കഴിവുകേട് മറച്ചുവെക്കാനുള്ള രാഷ്ട്രീയ PR വർക്കാണ് സർക്കാരും CPM-ഉം നടത്തുന്നത്. സർക്കാരിൻ്റെ നെറുകേടുകൾ ജനം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുമെന്നതിൻ്റെ തെളിവാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. ആശാവർക്കർമാരുൾപ്പെടെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ നിരന്തരം ദ്രോഹിക്കുകയാണ്. മരുന്ന് വാങ്ങാൻ ഡോക്ടർമാരും സ്കൂൾ ഭക്ഷണത്തിന് അധ്യാപകരും ഭിക്ഷയെടുക്കേണ്ട സ്ഥിതിയിൽ എത്തിച്ചതാണ് സർക്കാർ നേട്ടം. ജീവനക്കാരെ അവഗണിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്നും രവീന്ദ്രൻ പറഞ്ഞു. തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഒരക്ഷരം മുറിയാടുവാൻ ഈ പരന്ന വയൽക്കാരന് കഴിഞ്ഞില്ല, പ്രതികരിക്കുവാൻ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം. മാസങ്ങളായി ആശാ വർക്കർമാർ തിരുവനന്തപുരത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം 332 രൂപ ദിവസ വേതനം മാത്രമുള്ള വളരെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആ സഹോദരിമാരുടെ കണ്ണീരൊപ്പുവാൻ, അവരുടെ കണ്ണീര് കാണുവാൻ ഒരു 50 രൂപ പോലും ദിവസക്കൂലി വർദ്ധിപ്പിക്കുവാൻ കഴിയാത്ത ഈ സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തായിരുന്നു തെരഞ്ഞെടുപ്പ് വിജയം എന്ന് മനസ്സിലാക്കുവാനുള്ള കഴിവ്, ചിന്താശേഷി ഇന്നത്തെ ഭരണകൂടത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. സിവിൽ മേഖലാ പ്രസിഡന്റ് തങ്കരാജ് അധ്യക്ഷത വഹിച്ചു. B. സുനിൽകുമാർ, C. ബാലൻ, V. സതീഷ് കുമാർ, N. ജോയ്, S. ശിവകുമാർ, സുജേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചെറുതുരുത്തി പുതുശ്ശേരി പുതുപ്പാടം മുസ്ലിം പള്ളിക്ക് സമീപം ചുമർ ദേഹത്ത് വീണ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. പുതുപ്പാടം ഓങ്ങനാട്ടുതൊടി വീട്ടിൽ മുഹമ്മദിന്റെ ഭാര്യ 52 വയസ്സുള്ള ആമിനയാണ് മരിച്ചത്. ഭർത്താവും ആമിനയും കൂടി ആടിനെ പുല്ല് ശേഖരിക്കാനായി എത്തിയതായിരുന്നു. ഉപയോഗശൂന്യമായ വീടിന്റെ പിൻഭാഗത്തുള്ള ചുമരിൽ ഉള്ള കാട്ടുവള്ളി വലിക്കുന്നതിനിടയിൽ ചുമറിടിഞ്ഞ് ഇവരുടെ ദേഹത്ത് വീഴുകയായിരുന്നു. ചെന്ന് നോക്കുമ്പോൾ അവിടെ ഈ അവരുടെ മേല് ആ ബിൽഡിങ്ങിനുള്ള ആ കഷ്ണം വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ വന്ന് മാറ്റി അങ്ങനെ കൊണ്ടുപോയി ചെയ്തു. ഭർത്താവ് സമീപത്ത് തന്നെ പുല്ല് വെട്ടുന്നുണ്ടായിരുന്നു. ഭർത്താവ് മുഹമ്മദ് ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ എല്ലാവരും ചേർന്ന് ഉടനെ ഓട്ടുപാറ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂരിൽ അധ്യാപകൻ തൂങ്ങി മരിച്ച നിലയിൽ. തൃശൂർ വിവേകോദയം സ്കൂളിലെ അധ്യാപകൻ 40 വയസ്സുള്ള അനൂപാണ് മരിച്ചത്. ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അറിയപ്പെടുന്ന സംഗീതജ്ഞൻ കൂടിയാണ് അനൂപ്. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച 3 റോഡുകളുടെ ഉദ്ഘാടനം നടന്നു. റോഡുകളുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് K. ശാന്തകുമാരി MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിലെ മമ്മുള്ളിക്കുന്ന് വടക്കുംപാടം റോഡ്, കോഴിച്ചുണ്ട റോഡ്, പടിഞ്ഞാർക്കർക്കര മുളങ്കാട് കുണ്ട് റോഡ് എന്നീ 3 റോഡുകളുടെ ഉദ്ഘാടനമാണ് നടന്നത്. മനസ്സുകൊണ്ട് നമ്മുടെ നാടിനും ഈ പ്രദേശത്തിനുമൊക്കെ ഭാവിയിൽ അതൊരു ഗുണമാകും. ഇവിടെ ആളുകളുടെ ജീവിത രീതിയിൽ മാറ്റം വരും. അതെല്ലാം നമ്മൾ കാണുകയാണ് ഇപ്പോൾ. അപ്പം അത് നേരത്തെ കൂട്ടി മനസ്സിൽ ഓർത്ത് അദ്ദേഹം സുമനസ്സുകൊണ്ട് നമുക്ക് വിട്ടുതരികയാണ് സ്ഥലം. ഇന്നത്തെ കാലത്ത് ഒരു തുണ്ട് ഭൂമി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തർക്കങ്ങളും വഴക്കും ഏറ്റവും അവസാനം കൊലപാതകത്തിൽ വരെ എത്തി നിൽക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റും കാണുകയാണ്. അപ്പോഴാണ് ശ്രീ കബീർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് നമ്മുടെ നാടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്ഥലം നമുക്ക് വേണ്ടി വിട്ടുതന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, പഞ്ചായത്ത് അംഗങ്ങളായ M. ഉണ്ണികൃഷ്ണൻ, VM അൻവർ സാദിഖ്, PC സുമ, AA ഷിഹാബ്, പ്രീത, ഷഫീന, ലക്കിടി പെരൂർ പഞ്ചായത്ത് അംഗം അനിൽകുമാർ, ശാന്തകുമാരി, OM മുരളി, MK മനോജ്, V. മോഹനൻ, ജോൺസൺ എന്നിവർ സംസാരിച്ചു. മമ്മുള്ളിക്കുന്ന് റോഡിനായി സ്ഥലം വിട്ടു നൽകിയ മണ്ണൂർ സ്വദേശി അഹമ്മദ് കബീറിനെ MLA ഉപഹാരം നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് താലൂക്ക് NSS യൂണിയന്റെയും ലയൺസ് ക്ലബിന്റെയും നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഒലോക്കോട് NSS കരയോഗ ഹാളിലായിരുന്നു ക്യാമ്പ്. NSS താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് K. ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് പാലക്കാട് പാം സിറ്റി പ്രസിഡന്റ് R. ബാബു സുരേഷ് അധ്യക്ഷത വഹിച്ചു. NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി N. കൃഷ്ണകുമാർ, ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി പ്രദീപ് മേനോൻ, ലയൺസ് ക്ലബ്ബ് പാലക്കാട് പാം സിറ്റി ട്രഷറർ T. മനോജ് കുമാർ, NSS യൂണിയൻ ഭരണസമിതി അംഗം C. വിപിനചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. വളരെ സഹായഹസ്തവുമായി പാലക്കാട് മൊത്തം
നമുക്ക് സേവനമനുഷ്ഠിച്ചു വരുന്ന അഹല്യ ആസ്പത്രിയിൽ ഇങ്ങനെ 3 പേരും ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു ത്രിവേണി സംഗമം പോലെ ഇന്ന് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന നമ്മുടെ ഈ മൂവർണ്ണ ആൾക്കാർക്ക് നമ്മുടെ എല്ലാവരുടെ പേരിലും ആദ്യമായ അഭിനന്ദനങ്ങളും ഹൃദയാശംസകളും ആദ്യമായി നേരുകയാണ്. NSS ഭാരവാഹികൾ, ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലക്കിടി ശ്രീ ശങ്കര ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്കൃത ക്ലബിന്റെ ഉദ്ഘാടനവും അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി യോഗ ക്ലാസും നടന്നു. യോഗാചാര്യൻ രഞ്ജിത്ത് ആർ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക N ഇന്ദുകല അധ്യക്ഷത വഹിച്ചു. S ഉപേന്ദ്രൻ, OM രജനി, ES ശ്രീഭദ്ര, S ശ്രീദേവി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സംസ്കൃത സ്കോളർഷിപ്പ് നേടിയവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ഐക്യമാണ് യോഗ സൂചിപ്പിക്കുന്നത്. ഐക്യം, നമ്മുടെ എല്ലാവരെയും മനസ്സിലെത്തുള്ള ഐക്യമാണ് യോഗ. എല്ലാവരും കൈകൾ കൂപ്പി നിവർന്നിരിക്കും. ഇരിക്കുന്നവർ തിരുന്നു, കൈകൾ ചേർത്തിരിക്കും. നമസ്കാരം മുദ്രയിലിരിക്കും. മനസ്സ് ശാന്തമാകട്ടെ. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. സംഗച്ഛത്വം സമ്പദത്വം സംഭൂമനാംസി ജാനതാം ദേവാഭഗം യഥാ പൂർവി സംജാനാനുപാസതേ. ഓം ശാന്തി ശാന്തി ശാന്തി. വാണിയകുളം വല്ലപ്പുഴ റോഡിലെ പനയൂർ പാടത്തിന് സമീപം തകർന്ന കൾവർട്ടിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി. അതേസമയം ഇതിലെ ഗതാഗത നിയന്ത്രണം ബുധനാഴ്ച വരെ തുടരും. വാണിയംകുളം വല്ലപ്പുഴ റോഡിൽ പനയൂർ പാടത്തിന് സമീപത്താണ് കൾവർട്ട് തകർന്നതിനെ തുടർന്ന് റോഡരികിൽ ആഴത്തിലുള്ള ഗർത്തം രൂപപ്പെട്ടത്. ഞായറാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയത്. ഒറ്റപ്പാലത്ത് നിന്ന് കൈലിയാട് ഭാഗത്തേക്കും കൈലിയാട് ഭാഗത്ത് നിന്ന് ഒറ്റപ്പാലം ഭാഗത്തേക്കുമുള്ള സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടുന്ന വാഹനങ്ങൾ പനയൂർ പഞ്ചായത്ത് റോഡ് വഴിയാണ് കടന്നുപോയത്. അറിയിപ്പുകൾ ലംഘിച്ച് കൾവർട്ട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന റോഡരികിലൂടെ ഭാരവാഹനങ്ങൾ കടന്നുപോകുന്ന സാഹചര്യവുമുണ്ടായി. പിന്നീട് ഇതിന് പൂർണ്ണമായി നിയന്ത്രണം ഏർപ്പെടുത്തി. അറ്റകുറ്റപ്പണികൾ പൂർത്തിയായെങ്കിലും 2 ദിവസം കൂടി ഗതാഗത നിയന്ത്രണം തുടരുമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് അറിയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂരിനെ വയോജന സൗഹൃദ നഗരസഭയാക്കും. ഇതിന്റെ ഭാഗമായി മുതിർന്ന പൗരന്മാരുടെ പ്രാഥമിക യോഗം നഗരസഭാ ഹാളിൽ ചേർന്നു. വയോജന സൗഹൃദ നഗരസഭയായി ഷൊർണൂരിനെ ഉയർത്തുന്നതിനാവശ്യമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരായുന്നതിനായാണ് മുതിർന്ന പൗരന്മാരുടെ പ്രാഥമിക യോഗം ഷൊർണൂർ നഗരസഭാ ഹാളിൽ ചേർന്നത്. എങ്ങനെയാണ് ഇതിന് ഒരു മെച്ചപ്പെട്ട സേവനം നൽകാൻ ആവശ്യമായ പ്രോജക്റ്റുകൾക്ക് രൂപം നൽകിയത്, അത് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പല അനുഭവങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങളുണ്ടാവും അല്ലേ? ആ അഭിപ്രായങ്ങളെ ശേഖരിക്കുക. ഇപ്പോൾ പാലിയേറ്റീവ്, ഇപ്പോൾ മണിയേട്ടം പറഞ്ഞിട്ടുള്ള 15.something 60 വയസ്സിന് മുകളിലുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ അംഗത്വം ലഭിക്കുന്നതിനാവശ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യോഗം ചേർന്നത്. വയോജന സൗഹൃദ നഗരം എന്ന് പറഞ്ഞാൽ ഇതിന് പല തലങ്ങളുണ്ട്. ആദ്യത്തെയാണ് ആക്സസ്. ആക്സസ് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൽ കയറാനും ഇറങ്ങാനുള്ള എത്രത്തോളം നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വരുന്നു. ഇത്രയും കുറവ് ബുദ്ധിമുട്ടോടെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ആവശ്യമായിട്ട് രജിസ്റ്റർ ഓഫീസിൽ പോയി, വില്ലേജ് ഓഫീസിൽ പോയി, ട്രഷറിയിൽ പോകേണ്ടി വന്നു. അപ്പൊ ഈ ചെറിയ സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തന്നെ അപ്പോൾ തൽക്കാലം ആരോഗ്യമുള്ള എനിക്ക് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് പല സ്ഥലത്തും കയറാനും ഇറങ്ങാനും. എൻ്റെ പ്രായമുള്ള എൻ്റെ അച്ഛൻ്റെ കൂടെ വരികയാണെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടായി ഇരിക്കാനും വെളിച്ചവും. അപ്പം ഇങ്ങനത്തെ ചില ബേസിക് എന്താ പറയുക ഇൻഫ്രാസ്ട്രക്ചറായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം. IIT മുംബൈ അസോസിയേറ്റ് പ്രൊഫസർ വിഷ്ണു പുരുതിയിൽ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നുണ്ട്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, വൈസ് ചെയർപേഴ്സൺ P സിന്ധു, നഗരസഭാ സെക്രട്ടറി P രാജേഷ്, വാർഡ് കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിൽ വയോജന സംഘടനകളായ SCFWA, KSCF, DRPU എന്നീ സംഘടനകളുടെ ഭാരവാഹികൾ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും.
ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശങ്ങൾ ഔദാര്യമാണെന്ന മട്ടിലാണ് ഇടതു സർക്കാരിന്റെ നിലപാടെന്ന് NGO സംഘ് സംസ്ഥാന പ്രസിഡന്റ് ടി ദേവാനന്ദൻ. ആനുകൂല്യ നിഷേധം ആരോപിച്ച് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ NGO സംഘ് ധർണ. ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് സർക്കാർ സാമ്പത്തിക ദാരിദ്ര്യം പാടി നടക്കുന്നതെന്ന് KSSPA സംസ്ഥാന സെക്രട്ടറി സി ബാലൻ. പെൻഷൻ പരിഷ്കരണം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടറേറ്റ് പടിക്കൽ പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രതിഷേധം. ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തതിനെതിരെ NGOയെ ധർണ. ചെറുതുരുത്തി പുതുശ്ശേരി പുതുപ്പാടത്ത് ചുമരിടിഞ്ഞു വീണ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. മരിച്ചത് പുതുപ്പാടം ഓങ്ങനാട്ടുതൊടി ആമിന. തൃശൂരിൽ അധ്യാപകൻ തൂങ്ങി മരിച്ച നിലയിൽ. മണ്ണൂർ പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച 3 റോഡുകൾ നാടിന് സമർപ്പിച്ചു. റോഡുകൾ ഗ്രാമീണ വികസനത്തിന്റെ പ്രധാന ഘടകമെന്ന് കെ ശാന്തകുമാരി MLA. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.